نصلي ونسلم على رسول الله سيدنا وحبيبنا وإمامنا محمد وآله وصحبه أجمعين. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കാത്തവരായിട്ട് ആരുമില്ല. ഈശ്വരവിശ്വാസികളും നിരീശ്വരവാദികളും ഒക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥനയാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥനയാണെന്ന് അറിയാതെ പ്രാർത്ഥിക്കുന്നവരുമുണ്ട് മനുഷ്യ സമൂഹത്തിൽ. പ്രാർത്ഥനയാണെന്ന് അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ ദൈവവിശ്വാസികളാണ്. പ്രാർത്ഥനയാണെന്ന് അറിയാതെ പ്രാർത്ഥിക്കുന്നവർ ദൈവനിഷേധികളോ ദൈവത്തെ നിരാകരിക്കുന്നവരോ അഗ്നോസ്റ്റുകളോ ആണ്. നമ്മളൊക്കെ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് നമ്മളെ അഭിമുഖീകരിക്കുന്ന ആളെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയും, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂണോ ഗുഡ് ഈവനിങ്ങിനോ ഗുഡ് ഈവനിങ്ങോ പറയും. നമ്മളൊരു കല്യാണത്തിന് പോയാൽ ദീർഘസുമംഗലി ഭവ, എല്ലാം മംഗളമായിരിക്കട്ടെ എന്ന് പറയും. ഒരാളെ യാത്ര അയക്കുമ്പോൾ നമ്മൾ പറയും യാത്രയൊക്കെ സുഖമായിരിക്കട്ടെ എന്ന് പറയും. പരീക്ഷയ്ക്ക് പോകുന്നൊരു കുട്ടിയോട് നമ്മൾ പറയും നന്നായിട്ട് എഴുതിയിട്ട് വിജയിച്ചിട്ട് വാ എന്ന് പറയും. ഇത് ഈശ്വരവിശ്വാസി ഈശ്വര നിഷേധി എന്ന വ്യത്യാസമൊന്നുമില്ല. മനുഷ്യ സമൂഹത്തിൽ പാരസ്പര്യത്തോടെ ജീവിക്കുന്ന എല്ലാവരുടെയും ഒരു പൊതുവായ സ്വഭാവമാണത്. ഒരു രോഗിയെ നമ്മൾ കാണാൻ വേണ്ടി പോയാൽ പെട്ടെന്ന് സുഖാവട്ടെ എന്ന് പറയും. പ്രാർത്ഥനകളിലൂടെയാണ് മനുഷ്യൻ ഉണരുന്നതും ഉറങ്ങുന്നതുമെല്ലാം. സുഖമായി ഉറങ്ങുക, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീം എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ പ്രാർത്ഥനകളല്ലേ? ഇതാരോടാണ് നമ്മൾ പറയുന്നത്? നിങ്ങൾ വിജയിച്ചു വരട്ടെ എന്നാരോടാ പറയുന്നത്? രോഗം പെട്ടെന്ന് സുഖമാവട്ടെ എന്നാരോടാ പറയുന്നത്? ഇത് നല്ല ദിവസമാകട്ടെ എന്നാരോടാ പറയുന്നത്? ഒരു പ്രാർത്ഥനയുടെ ഒരിക്കലും പൊട്ടിപ്പോകാത്തൊരു കണ്ണിയിലാണ് നമുക്ക് കോർക്കപ്പെട്ടിരിക്കുന്നത്. പ്രാർത്ഥനയാണ് മനുഷ്യ സമൂഹത്തെ പരസ്പരം ചേർത്ത് നിർത്തുന്നത്. നമ്മുടെ പുഞ്ചിരി പോലും പ്രാർത്ഥനയാണ്. നാം മറ്റൊരാൾക്ക് നമ്മുടെ ഇഷ്ടം കൈമാറുന്ന ഒരു മെസ്സേജാണ് പുഞ്ചിരി എങ്കിൽ അതൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രാർത്ഥനയെ സമൂലമായി ഉൾച്ചേർത്ത് നിർത്തുന്ന ഒരു പ്രകൃതമാണ് മനുഷ്യനുള്ളത്. അപ്പോൾ പ്രാർത്ഥന ആരോട് എന്നുള്ളതാണ് അടുത്ത വിഷയം. ആരോടുമാകാം. നാം വിശ്വസിക്കുന്ന ഏതോ ഒരു അതീന്ദ്രിയ ശക്തിയോടാകാം, അല്ലെങ്കിൽ നാം വിശ്വസിക്കാത്ത ഒരു അതീന്ദ്രിയ ശക്തിയോടാകാം. ഗീതയിൽ ഏറ്റവും ആകർഷണീയമായ വചനങ്ങളിൽ ഒന്നിങ്ങനെയാണ്: എന്നോടല്ലാതെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയും ഞാൻ കേൾക്കും എന്നുള്ളതാണ്. എന്നോടല്ലാതെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയും ഞാൻ കേൾക്കും. അതൊരു വലിയ വർത്തമാനമാണ്. ആരോട് പ്രാർത്ഥിക്കുന്നു എന്നത് ദൈവത്തിന് പ്രശ്നമല്ല. ഞാനാണത് ചെയ്തു കൊടുക്കേണ്ടതെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ശിങ്കിടി മുങ്കൻ എന്ന കഥയിൽ ബഷീർ അത് മനോഹരമായി ആവിഷ്കരിച്ചത്. ഈ ലോകത്തുള്ള ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരണേന്ന് പറയുന്നവൻ്റെയും മക്കയിൽ പോയി എനിക്ക് സുഖം തരണേ എന്ന് പറയുന്നവൻ്റെയും പാർട്ടി ഓഫീസിൽ പോയി എനിക്ക് സുഖം തരണേ എന്ന് പറയുന്നവൻ്റെയും എല്ലാവരുടെയും പ്രാർത്ഥന ആ മഹാശക്തി കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നത്. ഒന്നും ചോദിച്ചില്ലെങ്കിലും പുള്ളി അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ പ്രാർത്ഥനയാണ് നമ്മെ ഇങ്ങനെ ചലിപ്പിക്കുന്നത്. പ്രതീക്ഷ ഒരു പ്രാർത്ഥനയാണ്. ഞാൻ നാളെ ഉണരുമായിരിക്കും, ഞാൻ ഇന്ന് സുഖമായിട്ട് ഉറങ്ങുമായിരിക്കും, എനിക്കൊരു വീടുണ്ടാകുമായിരിക്കും, എനിക്ക് രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കും. ഇതൊരു പ്രാർത്ഥനയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ പ്രതീക്ഷയും പ്രാർത്ഥനയാണ്. എൻ്റെ കുട്ടി വളർന്ന് വലുതാകും, അവൻ സമൂഹത്തിന് അല്ലെങ്കിൽ അവൾ സമൂഹത്തിന് വലിയ ഒരു ഗുണമുള്ള ആളാകും, നല്ല ജോലിയൊക്കെ നേടും, നല്ല കുടുംബജീവിതം ഉണ്ടാകും. ഇതൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രാർത്ഥന എന്നത് ബോധപൂർവം സംഭവിക്കുന്ന ഒരു സംഗതി മാത്രമല്ല, മറിച്ച് അത് നമ്മൾ അറിയാതെ നമ്മിൽ നിന്ന് സംഭവിക്കുന്ന വാക്കുകളുടെയും നോക്കുകളുടെയും ആഗ്രഹങ്ങളുടെയും പേരുകൂടിയാണ്. അതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും ആത്മീയമായ ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥന ഈശ്വരവിശ്വാസികൾക്ക് മാത്രമല്ല. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഈശ്വരവിശ്വാസികളുടേത് മാത്രമല്ല പ്രാർത്ഥന, അത് മനുഷ്യ പ്രകൃതത്തിലുള്ളതാണ്. നമുക്ക് ഒരാളെ കാണുമ്പോൾ ആശംസിക്കാതെ കഴിയോ? അതാരായാലും ആശംസിക്കാതെ കഴിയോ? നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറയും, നമസ്തേ എന്ന് പറയും, നമസ്കാരം എന്ന് പറയും, ഗുഡ് മോർണിംഗ് എന്ന് പറയും. ഇതൊക്കെ പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ പ്രാർത്ഥനകളാണ് മനുഷ്യ ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്നത്. ഇതറിയാതെ സംഭവിക്കുന്നത്. ഇനി അറിഞ്ഞ് സംഭവിക്കുന്ന പ്രാർത്ഥനയോ? ഇത് നാം ആഴത്തിൽ പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. പ്രാർത്ഥന നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അറിഞ്ഞ് സംഭവിക്കുന്ന പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? നമ്മളൊക്കെ എങ്ങനെയാണ് പ്രാർത്ഥിക്കാറുള്ളത്? നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു സിമ്പൽ അറിയാമല്ലോ. കൈകൾ നിവർത്തി പ്രാർത്ഥിക്കും. ഈ കൈകൾ നിവർത്തുക എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു ചലനമാണ്. അതൊരു ഒരുക്കത്തെ സൂചിപ്പിക്കുന്ന ഒരു സൂചകം മാത്രമാണ്.
നിങ്ങൾക്ക് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് നിന്ന് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് നടന്ന് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് കിടന്ന് പ്രാർത്ഥിക്കാം. ഖുർആനിൽ അങ്ങനെയുണ്ട്. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അവർ കിടന്ന് പ്രാർത്ഥിക്കും, അവർ നിന്ന് പ്രാർത്ഥിക്കും, അവർ ഇരുന്ന് പ്രാർത്ഥിക്കും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഏതവസ്ഥയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഒരു രൂപഘടനയൊന്നുമില്ല. എങ്ങനെയും പ്രാർത്ഥിക്കാം. അത് പ്രണയം പോലെയാണ്. നിങ്ങൾക്ക് എങ്ങനെയും പ്രണയിക്കാം. പ്രണയിക്കുന്നതിനൊരു പോസ്റ്റർ നിശ്ചയിച്ചു തരാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധ്യമല്ല. അതുപോലെയാണ് പ്രാർത്ഥന. നിങ്ങൾക്ക് എങ്ങനെയും പ്രാർത്ഥിക്കാം. അതിന് നിശ്ചിതമായ ചിട്ടവട്ടങ്ങളൊന്നുമില്ല. കാരണം ദൈവം കൂടെയുണ്ടെങ്കിൽ അതിന് നിശ്ചിതമായ ചിട്ടവട്ടങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താണ് പ്രാർത്ഥിക്കുക, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ശരീരം കൊണ്ട് പ്രത്യേകമായ രീതികളൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കുന്നതിന് എന്തെങ്കിലും ചില വചനങ്ങളുണ്ടോ? പ്രാർത്ഥിക്കുന്നതിന് വചനങ്ങളൊന്നുമില്ല. പ്രാർത്ഥന തെറ്റിപ്പോകാതിരിക്കാൻ ചില വചനങ്ങളുണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വിചാരിച്ചിരിക്കുന്നത് തൻ്റെ ആവശ്യങ്ങൾ പറയലാണ് പ്രാർത്ഥന എന്നാണ്. എന്താണ് പ്രാർത്ഥന? നിങ്ങൾ ബോധപൂർവം പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ആവശ്യങ്ങൾ പറയലല്ല പ്രാർത്ഥന. നോക്കൂ, നമ്മുടെ ഏതെങ്കിലും ഒരു ആവശ്യം നമ്മൾ പറഞ്ഞിട്ടാണോ സൃഷ്ടാവ് പൂർത്തീകരിച്ചു തരുന്നത്? നമ്മൾ ജനിക്കുന്നതിന് മുൻപേ നമുക്ക് വേണ്ടുന്ന എല്ലാ ഇടങ്ങളും ഇവിടെ സംവിധാനിച്ചില്ലേ? നമുക്ക് വേണ്ടതിലധികം, ആവശ്യത്തിലധികം ഈ പ്രപഞ്ചത്തിലെല്ലാം സംവിധാനിച്ചു വെച്ചില്ലേ? നമ്മൾ ചോദിച്ചിട്ടാണോ നമ്മുടെ ജീവിത സൗകര്യങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളത്? അല്ലല്ലോ, അല്ല. അപ്പോൾ ചോദിച്ചാൽ കിട്ടുന്നത് കുറയും. ചോദിക്കാതിരിക്കലാണ് നല്ലത്. ആവശ്യങ്ങൾ പറയാതിരിക്കലാണ് നല്ലത്. നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ആവശ്യങ്ങൾ പറയാതിരിക്കും. നിങ്ങൾ ബുദ്ധി കുറയുന്നതനുസരിച്ച് നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ദൈവം നിങ്ങൾ ചോദിച്ചത് മാത്രം തരികയും ചോദിക്കാത്തത് തരാതിരിക്കുകയും ചെയ്യും. അതോടുകൂടി നിങ്ങൾ ബുദ്ധിമുട്ടിലാകും. മനോഹരമായൊരു പ്രാർത്ഥന ബൈബിളിലുള്ളത്, ദൈവമേ നിന്റെ ഇഷ്ടം, പിതാവേ അങ്ങയുടെ ഇഷ്ടം ഉറപ്പിലാകട്ടെ എന്നാണ്. പിതാവേ അങ്ങയുടെ ഇഷ്ടം നടപ്പിലാകട്ടെ, അങ്ങയുടെ ഇച്ഛ പോലെയായി തീരട്ടെ കാര്യങ്ങളെല്ലാം. ഇതാണ് അതിന് സമാനമായൊരു പ്രാർത്ഥന ഖുർആനിലുള്ളത്. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന എന്നാണ്. അല്ലാഹുവേ എനിക്ക് നല്ലത് നൽകണം. നല്ലതെന്തെന്ന് എനിക്കറിയില്ല. നമ്മുടെ അജ്ഞതയുടെ വെളിപ്പെടലാണിത്. എന്താണ് എനിക്ക് നല്ലതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്താണ് അങ്ങയോട് ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്ത് ചോദിച്ചാലും കുറഞ്ഞു പോകുമല്ലോ. ഇങ്ങനെ കുറഞ്ഞു പോകും നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ. നമ്മുടെ ആവശ്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളത് നമ്മുടെ വിവേകത്തിന്റെ ലക്ഷണമാണ്. പ്രവാചകന്മാരൊന്നും ഒരാവശ്യവും പറഞ്ഞവരല്ല, ആവശ്യം പറയാത്തവരാണ്. പിന്നെ എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളും ആ മഹാശക്തിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഉൾച്ചേരലാണ് പ്രാർത്ഥന. ഒരു പാരസ്പര്യമാണത്, ഒരു ലയനത്തിന്റെ അടുത്തെത്തുന്ന ഒരവസ്ഥയാണത്. അതുകൊണ്ടാണ് പ്രാർത്ഥനകളിലൊക്കെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അറബി പ്രാർത്ഥനകളിലൊക്കെ കാണുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇങ്ങനെ കാണാം. 4 വേദങ്ങളുണ്ട് ഭാരതത്തിൽ. 4 വേദങ്ങൾക്ക് 4 പ്രാർത്ഥനാ രീതികളുണ്ട്. ആ പ്രാർത്ഥനാ രീതികളൊക്കെ ആരംഭിക്കുന്നത് കീർത്തനങ്ങളോടുകൂടിയാണ്. എല്ലാ വേദങ്ങളും ആരംഭിക്കുന്നത്, പ്രാർത്ഥനകളും ആരംഭിക്കുന്നത് കീർത്തനത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉസ്താദുമാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഉസ്താദുമാരാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ്. അത് മറ്റൊരു കാര്യമാണ്, നമുക്ക് പറയാം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കേൾക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് ഉത്തമമായ പ്രാർത്ഥനയാണ്. നാഥ നിനക്കാണ് സർവസ്തുതിയും, എല്ലാ സ്തുതികളും നിനക്കുള്ളതാണ്. ലോകം മുഴുവൻ അനുഗ്രഹമായിരിക്കുന്നത്, നിറഞ്ഞു നിൽക്കുന്നത്, എനിക്ക് വേണ്ടുന്നതൊക്കെ നൽകുന്നത്, എനിക്ക് വേണ്ടാത്തത് നൽകുന്നത്, എനിക്ക് ആവശ്യമുള്ളത് അതിൽ കവിഞ്ഞ രീതിയിൽ നൽകുന്നത് എല്ലാം അവിടുത്തെ ഇച്ഛയാണ്. ഒന്നും ഞാൻ കണക്കാക്കിയതല്ല, എനിക്ക് കണക്കാക്കാൻ കഴിയുന്നതുമല്ല. ഇതൊന്നും എല്ലാം അങ്ങയുടെ ഇഷ്ടമാണ്, അങ്ങയുടെ അഭീഷ്ടമാണ്. അതാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങേക്ക് സമർപ്പിക്കുവാൻ എൻ്റെ കയ്യിലുള്ളത് വെറും സ്തുതിവചനങ്ങൾ മാത്രമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കീർത്തനങ്ങളാണ് പ്രാർത്ഥന. അത് നമ്മുടെ നിസ്സാരതയെ വെളിപ്പെടുത്തലാണ്, നമ്മുടെ അറിവില്ലായ്മയെ വെളിപ്പെടുത്തലാണ്. എന്താണ് എനിക്ക് വേണ്ടത് എന്ന് നമ്മൾ അറിയില്ല. പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, അന്ന് എനിക്ക് കുറി കിട്ടാത്തത് നന്നായി, ഇന്നാണ് കുറി കിട്ടേണ്ടത്, ഇപ്പൊ കിട്ടിയതാണ് മെച്ചപ്പെട്ടത്. അന്ന് എനിക്ക് കുറി കിട്ടിയിരുന്നെങ്കിൽ അത് മോശമായി പോകുമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഉപകാരപ്പെടില്ലായിരുന്നു. അന്ന് നമ്മൾ കുറെ കുറിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പടച്ചോനെ കുറി തരണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ പടച്ചോൻ തന്നില്ല. കാരണം നമ്മുടെ അജ്ഞതയെക്കുറിച്ച് പുള്ളിക്കറിയാം. പലപ്പോഴും ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. എനിക്ക് മക്കൾ ഇല്ല, എനിക്ക് മക്കൾ വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടുന്നില്ല. എനിക്ക് ജോലി ഇല്ല, ജോലി വേണമെന്ന് പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടുന്നില്ല. നമ്മുടെ പ്രാർത്ഥന അങ്ങനെയാണല്ലോ.
ഉത്തരം കിട്ടാത്തത് ദൈവം കേൾക്കാത്തത് കൊണ്ടല്ല, നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ളത് പിന്നീടാണെന്ന് പുള്ളിക്ക് അറിയാവുന്നതുമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ഉദാഹരണം. നിങ്ങളുടെ വീട്ടിൽ 2 വയസ്സുള്ള കുട്ടിയുണ്ടെന്ന് കരുതുക. നിങ്ങൾ അങ്ങാടിയിൽ പോയപ്പോൾ നല്ല വസ്ത്രം കണ്ടു, നല്ല മനോഹരമായ ഒരു ഉടുപ്പ് കണ്ടു. ആ ഉടുപ്പ് വാങ്ങി നിങ്ങൾ അപ്പോൾ ഓർത്തു, അടുത്ത ഞായറാഴ്ച ഒരു കല്യാണമുണ്ട്, ഈ ഉടുപ്പ് കൊള്ളാം. അങ്ങനെ ഈ ഉടുപ്പ് വാങ്ങി വീട്ടിൽ വന്ന് ഉടുപ്പ് കാണിച്ചു കൊടുത്തു. ഇത് നല്ല ഉടുപ്പാണ് എന്ന് കാണിച്ചു കൊടുത്തു. കുട്ടി പറഞ്ഞു എനിക്ക് ഇപ്പം വേണം. നമ്മൾ കൊടുക്കൂല, കാരണം അടുത്ത ഞായറാഴ്ചത്തേക്ക് വെക്കും. നമ്മളിത് കൊണ്ടുപോയി അലമാരയിൽ വെക്കുമ്പോൾ കുട്ടി ബഹളം വെച്ച് നിലവിളിക്കും, എനിക്കിപ്പം വേണം എന്ന് പറയും. നമ്മൾ കൊടുക്കൂല. അപ്പോൾ കുട്ടി പറയും എന്നോട് ഉപ്പാക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് തരാത്തതെന്നൊക്കെ പറയും. എങ്കിലും നമ്മൾ കൊടുക്കൂല, കാരണം നമുക്കറിയാം അടുത്ത ഞായറാഴ്ച കല്യാണത്തിന് പോകുമ്പോഴാണ് ഈ ഉടുപ്പ് വേണ്ടത്. കുട്ടിക്കറിയില്ല. ഇതുപോലെ അടുത്ത ഞായറാഴ്ചത്തേക്ക് നമുക്ക് ചില ഉടുപ്പുകൾ മാറ്റി വെച്ചിട്ടുണ്ട് പഠിച്ചാൽ. നമ്മൾ പറയും എനിക്കിപ്പോൾ കിട്ടണം. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ ദൈവത്തിന് അറിയാം ഇപ്പോഴല്ല, അടുത്ത ഞായറാഴ്ച ആണ് ഈ ഉടുപ്പ് വേണ്ടത് എന്ന് ദൈവത്തിനറിയാം. അങ്ങനെ നമുക്ക് വേണ്ടി മാറ്റിവെച്ച ചില ഉടുപ്പുകൾ ദൈവത്തിന്റെ കൈകളിലുണ്ട്. നമ്മൾ വാശി പിടിക്കാതിരുന്നാൽ മാത്രം മതി. അത് പ്രവാചകൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, വല്ലാഹി ലയുത്തിമ്മന്നല്ലാഹു അതെല്ലാം ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹദ്റമൗത്ത് ലാ യഖാഫു ഇല്ലല്ലാഹു വദ്ദിബ അലാ ഗനമിഹി. പ്രവാചകന്റെ മുന്നിൽ ചില ആളുകൾ വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ അങ്ങേക്ക് പ്രാർത്ഥിച്ചൂടെ? അങ്ങ് പ്രവാചകനല്ലേ, ദൈവത്തിന്റെ അടുത്ത ആളല്ലേ, അങ്ങയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമല്ലോ, അങ്ങേക്കൊന്ന് പ്രാർത്ഥിച്ചൂടെ നമുക്ക് ഇതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടി? അപ്പൊ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ധൃതി പിടിക്കരുത്, എല്ലാറ്റിനും അതിന്റെ സമയമുണ്ട്. എല്ലാറ്റിനും അതിന്റെ സമയമുണ്ട്. ഇത് ദാസൻ വിജയനോട് പറഞ്ഞത് മാത്രമല്ല, ഇത് മുഹമ്മദ് നബി തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതും കൂടിയാണ്. ഓരോന്നിനും അതിന്റെ സമയമുണ്ട്. ആ സമയം വരെ കാത്തിരിക്കാനുള്ള ക്ഷമ വേണം. വലാകിന്നകും തസ്തഅജിലൂൻ. പക്ഷെ നിങ്ങൾ ധൃതി കാണിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ വാശി പിടിക്കലല്ല എന്ന് നമ്മൾ ഓർക്കണം. അത് അവന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ അവൻ ചെയ്യുന്നതിന് വേണ്ടി സമർപ്പിതരായി കൊടുക്കുന്നതാണ് പ്രാർത്ഥനാഭാവം എന്ന് പറയുന്നത്. എല്ലാം പുള്ളിയുടെ അഭിഷ്ടം പോലെ നടക്കട്ടെ. ഇതാണ് പിതാവേ അങ്ങയുടെ ഇഷ്ടം നടപ്പിലാവട്ടെ. ഈ ഒരു പ്രാർത്ഥനാ രീതിയിലേക്ക് നമുക്ക് വളരാൻ കഴിയണം. ഗുരുവിന്റെ പ്രാർത്ഥനകളിൽ ഏറ്റവും മെച്ചപ്പെട്ട പ്രാർത്ഥന ദൈവദശകമാണ്. ദൈവദശകത്തിൽ ഗുരു പറയുന്നത് മുഴുവനും കീർത്തനങ്ങളാണ്. ആദ്യത്തെ ഒരു വരി മാറ്റി നിർത്തിയാൽ, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. ഇതിലൊരാവശ്യവും പറഞ്ഞില്ല. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ഗുരു പ്രാർത്ഥിക്കാൻ പറയുന്ന വചനമാണത്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. മായയും നിൻ മഹിമയും നീയും എന്ന് ഉള്ളിലാകണം. എൻ്റെ ഉള്ളിൽ ആയിരിക്കാനുള്ള പ്രാർത്ഥനയാണത്. നീ എൻ്റെ ഉള്ളിലേക്ക് വാ, ഞാനിതാ തുറന്നു വെച്ചിരിക്കുന്നു എൻ്റെ മനസ്സ്, നീ അവിടെ വന്ന് കുടിയിരിക്കും. എൻ്റെ ഹൃദയമാണ് നിന്റെ സിംഹാസനമായി തീരേണ്ടത്, അവിടമാണ് നിന്റെ ആലയം, നീ അവിടെ വന്നിരിക്കുക. അതിനു വേണ്ടിയാണ് ഞാൻ തുറന്നു വെച്ചിരിക്കുന്നത്. അതാണ് മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതുമൊഴിയും ഓർക്കിൽ നീ. ഇവിടെ എവിടെയെങ്കിലും ആവശ്യങ്ങൾ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ ജയിക്കുക. അള്ളാഹുവിനോട് ജയിക്കാൻ പറയലാണ് പ്രാർത്ഥന. ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ, ജയിക്കുക. അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം വ ഇലൈക യർജിഉസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം. അല്ലാഹുവേ നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം, നിന്നിലേക്കാണ് സമാധാനം. ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അങ്ങനെ ഭഗവാനോട് ജയിക്കാൻ പറയുന്ന, ഈശ്വരനോട് ജയിക്കാൻ പറയുന്ന പ്രാർത്ഥന. അള്ളാഹുവിനോട് നാം പറയുന്നത് അള്ളാഹുവെ നീ ജയിച്ചിരിക്കണം എപ്പോഴും എന്ന് പറയുന്നതാണ് പ്രാർത്ഥന. ആഴമേറും നിൻമഹസ്സാം ആഴിയും ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. നിന്നിൽ അമർന്നിരിക്കാൻ, നിന്നിൽ ആഴ്ന്നിരിക്കാൻ, നിന്നിലായി വാഴാൻ എനിക്ക് അവസരം നൽകണം. ഇതാണ്. ആവശ്യങ്ങളൊന്നും പറയാതെ നിവർത്തിച്ചേരുന്നവനാണ് അവൻ. പറയുന്നത് കുറഞ്ഞു പോവുകയുള്ളൂ. എന്ത് പറഞ്ഞാലും നമ്മുടെ അറിവിൽ നിന്നല്ലേ നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എനിക്ക് എന്ത് വേണമെന്ന് ഞാൻ വിചാരിക്കുന്നു, അതാണ് എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടതെന്ന് കരുതി ഞാൻ സ്വന്തമാക്കിയതൊക്കെ എനിക്ക് ഭാരമായി തീർന്നിട്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് വേണമെന്ന് ഞാൻ വിചാരിച്ച് സ്വന്തമാക്കിയതെല്ലാം എനിക്ക് ഭാരമാണ്. എന്നിലേക്ക് വന്നു ചേർന്നതെല്ലാം എനിക്ക് അലങ്കാരമായിരുന്നു. ഓരോന്നോരോന്ന് ഓർത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ എടുത്ത് തലയിൽ വെച്ചതൊക്കെ കല്ലായിരുന്നുവെന്ന്, എന്നിലേക്ക് വന്നു ചേർന്നതെല്ലാം മുത്തായിരുന്നുവെന്ന് നമുക്കറിയാം. വന്നു ചേരുന്നതിനെ കാത്തിരിക്കണം. അതാണ് പ്രാർത്ഥന.
പ്രാർത്ഥന വചനമല്ല, പ്രാർത്ഥന കാത്തിരിപ്പാണ്. പ്രാർത്ഥന വാക്കുകളല്ല, പ്രാർത്ഥന എന്ന് പറയുന്നത് കാലം നമുക്ക് വേണ്ടി കാത്തുവെച്ചതിനെ കൈക്കൊള്ളലാണ്. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ രൂപത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയണം. മനുഷ്യന്മാരൊക്കെ അമ്പലത്തിലും പള്ളിയിലും മസ്ജിദുൽ ഹറാമിലൊക്കെ പോയി ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നത് കേട്ടാൽ നമുക്ക് മാത്രമല്ല പിശാചിന് പോലും ചിരി വരും. ഇതിനു വേണ്ടിയാണ് ഇയാൾ ഈ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഉള്ളിക്കും തക്കാളിക്കും ചോദിക്കാൻ, വെള്ളരിക്കും നെല്ലിക്കും ചോദിക്കാൻ. അതിനാണോ? നിങ്ങളൊരു മഹാരാജാവിന്റെ സദസ്സിലേക്ക് പോകുന്നു, എന്തും ചോദിക്കാമെന്ന് രാജാവ് പറയുന്നു. അപ്പം നിങ്ങൾ പറയുന്നു എനിക്കൊരു പേന കത്തി വേണമെന്ന്. എത്രമേൽ ദയനീയമായ ചോദ്യമാണിത്. മനുഷ്യൻ അറിവില്ലാത്തവനാണ്. ആ അറിവില്ലായ്മയാണ് അവനോട് ഇത്തരത്തിലുള്ള അജ്ഞതകൾ, ഇത്തരത്തിലുള്ള അവിവേകങ്ങൾ പ്രവർത്തിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നത്. നാം പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴും അവനെ പുകഴ്ത്തിക്കൊണ്ടുള്ള, അവനെ കീർത്തനം ചെയ്തുകൊണ്ടുള്ള, അത് ദൈവത്തെ സൂപ്പിടലൊന്നുമല്ല, അങ്ങനെ വിചാരിക്കരുത്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് കഴിയില്ല, ദൈവത്തെ പുകഴ്ത്താനും നമുക്ക് കഴിയില്ല. ദൈവത്തെ പുകഴ്ത്താൻ കഴിയുന്നത് എങ്ങനെയാണ്? ഉപ്പുകട്ടയിൽ നിന്ന് ഉപ്പിനെ നീക്കം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെയാണ്. ദൈവത്തിന്റെ മഹത്വം നമ്മളാരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായതൊന്നുമല്ല, അതവിടെ ഓൾറെഡി ഉള്ളതാണ്. ആ ഉള്ള മഹത്വത്തെ നമുക്ക് ഇല്ലായ്മ ചെയ്യാനോ അതിനെ കൂട്ടാനോ കുറക്കാനോ ഒന്നും കഴിയില്ല. കൂട്ടലും കുറക്കലും ഒക്കെ സംഭവിക്കുന്നത് ആർജിതങ്ങളിലാണ്. നിങ്ങൾക്കൊരു സംഗതി ഉണ്ട്, അതിനെ എനിക്ക് കൂട്ടാൻ കുറക്കാം, വോള്യൂം കൂട്ടാൻ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതെപ്പോഴാ? അത് ബാഹ്യമാണെങ്കിലാണത്. പക്ഷേ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ വളർമ്മ, അവന്റെ ആദരണീയത, ഇതൊന്നും നമുക്ക് കൂട്ടാനോ ഓർക്കാനോ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ ദൈവം കൂടുകയില്ല, കുറയില്ല. പിന്നെ പറയുന്ന എന്തിനാ? പറയുന്നവരിൽ അത് പ്രവർത്തിക്കും എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മഹത്വപ്പെടുന്നു, നിങ്ങൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മഹത്വപ്പെടുന്നു, നിങ്ങൾ യേശുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ മഹത്വപ്പെടുന്നു. അല്ലാതെ ആ പുണ്യപുരുഷന്മാർക്കൊന്നും മഹത്വം കൊടുക്കാൻ നമ്മൾ ആരുമല്ല. നമ്മൾ അങ്ങനെ വിചാരിക്കുന്നവരാണ്, നമ്മളാണ് ആ മഹാപുരുഷന്മാർക്കൊക്കെ മഹത്വം നൽകുന്നത് എന്ന്. അവർക്ക് മഹത്വം കൊടുക്കാനൊന്നും നമ്മൾ ഇവിടെ ആയിട്ടില്ല, നമുക്ക് എത്താൻ സാധിക്കുകയുമില്ല. കാരണം അവർ വളർച്ചയുടെ മഹത്വത്തിന്റെ പൂർണ്ണതയിലിരിക്കുന്നവരാണ്. അവർക്ക് നമ്മൾ പൂർണ്ണത കൊടുക്കൊന്നും വേണ്ട. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താനല്ല, പിന്നെയോ ദൈവത്തെ കീർത്തിച്ച് നാം സ്വയം മഹത്വപ്പെടുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശുദ്ധി ജനിക്കുന്നുണ്ട്. നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പരിമളം പൂക്കുന്നുണ്ട്. നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശാലത വളരുന്നുണ്ട്. അത് വളരും. നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ ചില വിത്തുകൾ പാകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ വിത്തുകൾ പാകുന്നതിന്, നമ്മുടെ ഉള്ളിൽ ചില വിശുദ്ധികൾ ഉണ്ടാകുന്നതിനാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അത് കേവലമായ അധരം കൊണ്ടുള്ള വർത്തമാനം മാത്രമല്ല, അത് ഉള്ളിൽ നടക്കുന്ന ചില ചലനങ്ങൾ കൂടിയാണ്. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ലെങ്കിലും നമുക്ക് പ്രാർത്ഥനയ്ക്ക് വാക്കുകൾ വലിയ പ്രസക്തമായ സംഗതിയൊന്നുമല്ല കേട്ടോ. മൗനം പ്രാർത്ഥനയായി തീരാറുണ്ട്. രമണ മഹർഷിയോട് ഒരിക്കൽ ഒരു ശിഷ്യൻ ചോദിച്ചിട്ടുണ്ട്, അല്ലയോ അങ്ങൊരിക്കലും പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. മഹർഷി മറുപടി പറഞ്ഞത്, എന്നെ പോലെ പ്രാർത്ഥിക്കുന്നവരാണ് ഈ ഭൂലോകത്തില്ല കുഞ്ഞെ എന്നാണ്. അങ്ങനെയാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് വാക്കുകളാണ് എന്നത് നമ്മുടെ മറ്റൊരു തെറ്റിദ്ധാരണയാണ്. അതൊരു മനോഭാവം കൂടിയാണ്. പ്രാർത്ഥിക്കുക എന്നത് നാമും ദൈവവും തമ്മിലുള്ള ഒരു ലയനത്തിന്റെ പേര് കൂടിയാണ്. പ്രണയപൂർവ്വമുള്ള ഒരു ലയനമാണത്. ചോദിച്ചു വാങ്ങലല്ല. അങ്ങനെയുണ്ടല്ലോ, ഭാര്യ ഭർത്താവിനോട് എനിക്ക് വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങുന്നത് പോലെ, മക്കൾ അച്ഛനോട് ചോദിച്ചു വാങ്ങുന്നത് പോലെ നമുക്ക് ദൈവത്തോട് ചോദിച്ചു വാങ്ങലല്ല. കാരണം അവൻ തുറന്നു വെച്ചിരിക്കുന്നു അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ആവശ്യമുള്ളതൊക്കെ എടുത്തു പോകാൻ. അതുകൊണ്ട് നമുക്ക് ചോദിക്കേണ്ടതില്ല. നാം കീർത്തനങ്ങളിലൂടെ മഹത്വപ്പെടുത്തിയാൽ മതി, സ്വന്തത്തെ മഹത്വപ്പെടുത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് തുറന്നിരുന്നായിട്ട് കാണും. റൂമി പറയുന്നുണ്ട്, കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നു, കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നു, ആവശ്യമായതെല്ലാം നിരത്തി വെച്ചിരിക്കുന്നു. നീ അന്ധനായതിന് അവനെ പഴിച്ചിട്ട് എന്ത് കാര്യം? നീ അന്ധനായി പോയതിന് അവനെ പഴിച്ചിട്ട് എന്താണ് കാര്യം? എല്ലാം തുറന്നു വെച്ചിരിക്കുന്നു, കവാടങ്ങൾ ഒന്നും പോലും അടച്ചിട്ടില്ല, ആവശ്യമായതെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. നിലക്കാന്ത്യം ബാധിച്ചതിന് അവനെ പഴിച്ചിട്ട് എന്ത് കാര്യം? കണ്ണു തുറക്കാൻ കഴിയണം. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥനയുടെ ആ ഒരു തലത്തിലേക്ക് വളരണം നമ്മൾ. ആവശ്യങ്ങൾ പറയുന്നിടത്ത് നിന്ന് ആവശ്യങ്ങൾ പറയാതിരിക്കുന്ന പ്രാർത്ഥനാ രൂപത്തിലേക്ക് വളരണം. അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. ദൈവമേ, നീ എന്നിലായിത്തീരുക, നീ എന്നിലായിത്തീരുക, ഞാൻ നിന്നിലായിത്തീരുക, നീയാണ് എനിക്ക് വേണ്ടത്. നീ ഉണ്ടായാൽ സർവമുണ്ടായല്ലോ. അങ്ങനെയാണ്. നിങ്ങൾ വിവാഹം ചെയ്യുന്നുവെങ്കിൽ രാജ്യത്തെ രാജാവിനെ വിവാഹം ചെയ്യണം, എങ്കിൽ രാജ്യം നിങ്ങളുടേതാണ്. നിങ്ങളൊരു യാചകനെ വിവാഹം ചെയ്യുകയും രാജ്യത്തെ കാമിക്കുകയും ചെയ്യുന്നതിൽ അർത്ഥമില്ല.
നിങ്ങൾ സ്വന്തപ്പെടുത്തുന്നുവെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ടതിനെ സ്വന്തമാക്കണം. നിങ്ങൾ ഉയരങ്ങൾ സ്വപ്നം കാണുന്നുവെങ്കിൽ അത് ആകാശം തന്നെയാകട്ടെ എന്നാണ്. അപ്പോൾ അങ്ങനെ കാണാൻ, ആ അർത്ഥത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ഫലവത്തായിത്തീരുന്നത്. അല്ലെങ്കിൽ പ്രാർത്ഥന മനുഷ്യന് നിരാശ സമ്മാനിക്കും. നിങ്ങൾ നോക്കൂ, വിശ്വാസികളൊക്കെ നിരാശരാണ്. എല്ലാ വിശ്വാസികളും നിരാശരാണ്. കാരണം അവർ പറയുന്നതിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നാണ്. അവർ പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ പായ്യാരം പറയുന്നവരാണ്. പായ്യാരം പറച്ചിലാണ് പ്രാർത്ഥന എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരെപ്പോഴും നിരാശപ്പെട്ടുകൊണ്ടിരിക്കും. ആ നിരാശ അവരെ വീണ്ടും വീണ്ടും കൂടുതൽ പായ്യാരം പറയാൻ പ്രേരിപ്പിക്കും. അവർ കൂടുതൽ നിരാശയിലേക്ക് പോകും. അതുകൊണ്ട് പള്ളികൾ വിലാപ കേന്ദ്രങ്ങളാണ്. നിങ്ങൾ മുസ്ലിയാക്കന്മാരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചു നോക്കൂ. ദൈവമേ, അള്ളാഹുവേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, കൊള്ളരുതാത്തവരാണ്, ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പള്ളികൾ വിലാപ കേന്ദ്രങ്ങളായിത്തീരും. കാരണം അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. അവർ പ്രാർത്ഥിക്കുകയാണെന്ന് വെച്ച് അവർ നിലവിളിക്കുകയാണ്. ഖുർആൻ അതിനെ പുച്ഛിക്കുന്നുണ്ട്. ഖുർആൻ പറയുന്നു, ഇല്ലാ ബുഖ അൻ വതസ്ദിയ, പ്രാർത്ഥന എന്ന് വിചാരിച്ച് അവർ ചെയ്യുന്നതൊക്കെ നിലവിളിയും ബഹളവുമാണ് എന്ന് പറയുന്നുണ്ട്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പള്ളികളിലൊക്കെ. കരയിലും കരയിപ്പിക്കലുമാണ് പ്രാർത്ഥന എന്ന് അവർ വിചാരിക്കുന്നു. അല്ല, ചിരിക്കലും സന്തോഷിക്കലുമാണ് പ്രാർത്ഥന. ഉള്ളിൽ ആനന്ദം നിറയലാണ് പ്രാർത്ഥന. അങ്ങനെ ആവശ്യങ്ങൾ പറയുന്നിടത്ത് നിന്ന് ആവശ്യങ്ങൾ പറയാതെ ദൈവത്തിൽ അർപ്പിക്കുന്നതിൻ്റെ പേരായി പ്രാർത്ഥന മാറുന്ന ഒരു ആനന്ദാവസ്ഥ നമുക്കുണ്ടാകണം. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാ രൂപത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കട്ടെ.